നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. ഇത് കപ്പയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെ കഴിക്കാൻ വളരെ നല്ലതാണ്. ഷ്രിമ്പിൻ്റെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള പാർട്ടാണ് അതിൻ്റെ തല. അതിന് ഇത്രയും ടേസ്റ്റി ആക്കുന്നത് അതിൻ്റെ ഓറഞ്ച് കളറിലുള്ള ഈ ലിക്വിഡാണ്. ഈ ഓറഞ്ച് കളർ ലിക്വിഡ് ഇരിക്കുന്നത് ഹെപ്പറ്റോ പാൻക്രിയാസിലാണ്. ഈ പാർട്ടിൽ നിന്നാണ് ഷ്രിമ്പിൻ്റെ ബോഡിയിലേക്കുള്ള സകല ന്യൂട്രിയൻസും പോകുന്നത്. ഈ ഓറഞ്ച് കളറിലുള്ള ഓയിലി ആയിട്ടുള്ള ലിക്വിഡ് ഈ കറികളിൽ ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇത് കളയാതെ എങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാമെന്നുള്ള വീഡിയോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 600 ഗ്രാം ചെമ്മീനാണ്. ഇത് ഏകദേശം ഒരു 16 വലിയ ചെമ്മീനോളം വരും. ഇനി നമുക്ക് ചെമ്മീൻ മാരിനേറ്റ് ചെയ്യാനുള്ള സാധനങ്ങൾ എടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 9 വെളുത്തുള്ളി, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം കൂടി നന്നായിട്ട് അരച്ചെടുക്കുക. ഓൾറെഡി അരച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊരു 1.5 ടേബിൾ സ്പൂൺ ചേർത്താലും മതി. ഇത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി തിരുമ്മിയെടുക്കുക. ഇതിൽ ചെറുതായിട്ട് കോൺഫ്ലവർ ചേർക്കുന്നത് അരപ്പ് നന്നായിട്ട് ചെമ്മീനിൽ പിടിച്ചിരിക്കാൻ വേണ്ടിയാണ്. അതുപോലെ നമ്മൾ ചെമ്മീനോ മീനോ ഒക്കെ വറക്കാനായിട്ട് അരപ്പ് റെഡിയാക്കുമ്പം അതിനകത്ത് വെള്ളം ചേർത്ത് തിരുമുന്നേക്കാൾ നല്ലത് എണ്ണ ചേർത്ത് തിരുമുന്നതാണ്. ഇനി ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് നന്നായിട്ട് അരപ്പ് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 20 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഇത് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് റോസ്റ്റ് ചെയ്യാനുള്ള ബാക്കി സാധനങ്ങൾ റെഡിയാക്കാം. ഒരു 5 വറ്റമുളക് അകത്തെ അരി കളഞ്ഞെടുക്കാം. ഇതിൻ്റെ അരി കളയുന്നത് ഇതിൻ്റെ എരിവ് കുറയ്ക്കാനാണ്. ഇനി എരിവ് കൂടുതൽ വേണ്ടവർക്ക് ഇതിൻ്റെ അരി കളയേണ്ട ആവശ്യമില്ല. ഇനി വേണ്ടത് ഒരു 20 ചെറിയ ഉള്ളിയാണ്. ഇത് നന്നായിട്ട് ചതച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലൊരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചെറുതായിട്ട് ചൂടാകുമ്പോൾ തന്നെ അതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില ഇടുക. കറിവേപ്പിലയുടെ ഫ്ലേവർ നന്നായിട്ട് എണ്ണയിലേക്ക് ഇറങ്ങാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കറിവേപ്പില നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ചേർക്കുക. കറിവേപ്പിലയിൽ വെള്ളം ഉണ്ടെങ്കിൽ ചെമ്മീൻ്റെ കൂടെ തന്നെ ചേർത്താൽ മതി. ചെമ്മീൻ വറുത്തെടുക്കുമ്പോൾ സ്റ്റൗവിൻ്റെ ടെമ്പറേച്ചർ മീഡിയത്തിന് മുകളിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അരപ്പ് ഒരു കാരണവശാലും കരിഞ്ഞു പോകാതെ നോക്കണം. ഇനി നമുക്ക് ചെമ്മീൻ്റെ ഒരു സൈഡ് വേവുന്നതിനായിട്ട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ചെമ്മീൻ മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട സൈഡ് ഫ്രൈ ആകാൻ വേണ്ടി ഒരു 4 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇത് ആവശ്യത്തിന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ബാക്കി വന്നിരിക്കുന്ന അരപ്പോട് കൂടി എണ്ണയിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി 2 മിനിറ്റ് വഴറ്റിയെടുക്കുക. ഉള്ളി ഇല്ലെങ്കിൽ ഒരു മീഡിയം സൈസ് സവോള അരിഞ്ഞു ചേർത്താലും മതി. ഉള്ളി ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ അരപ്പിൽ ഉപ്പുള്ളത് കൊണ്ടാണ് ഞാൻ ഉള്ളി വഴറ്റിയപ്പം ഉപ്പ് ചേർക്കാതിരുന്നത്. നന്നായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ വീണ്ടും കുറച്ചും കൂടി ചേർക്കാം. 1 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം. ഈ കറി പാൽക്കപ്പയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. ഷ്രിമ്പ് ക്ലീനിങ് വീഡിയോ ലാസ്റ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് തലയോടുകൂടി ക്ലീൻ ചെയ്യാൻ അറിയാൻ മേലാത്തവർക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഷ്രിമ്പിൻ്റെ ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള പാർട്ടാണ് അതിൻ്റെ തല. അതിന് ഇത്രയും ടേസ്റ്റി ആക്കുന്നത് അതിൻ്റെ ഓറഞ്ച് കളറിലുള്ള ഈ ലിക്വിഡാണ്. ഈ ഓറഞ്ച് കളർ ലിക്വിഡ് ഇരിക്കുന്നത് ഹെപ്പറ്റോ പാൻക്രിയാസിലാണ്. ഷ്രിമ്പിൻ്റെ ബോഡിയിലേക്കുള്ള എല്ലാ ന്യൂട്രിയൻസും പോകുന്നത് ഇവിടെ നിന്നാണ്. ഈ കറുത്ത് കാണുന്നതാണ് ഇതിൻ്റെ തലയിലുള്ള അഴുക്ക്. ഈ ഓറഞ്ച് കളർ ലിക്വിഡ് പോകാതെ ഈ തലയിലെ അഴുക്ക് കളഞ്ഞ് ഇതെങ്ങനെയാണ് ക്ലീൻ ആക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം ഇതിൻ്റെ കൊമ്പ് ഒരു കത്രിക വെച്ച് കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ കൊമ്പ് കളയണ്ട, ഇതിൻ്റെ അഴുക്ക് കുത്തിക്കളയാൻ വേണ്ടി കൊമ്പ് നല്ല യൂസ്ഫുള്ളാണ്. ഇനി അതിൻ്റെ കണ്ണിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ഭാഗവും കാലുകളും കട്ട് ചെയ്ത് കളയാം. ഇതിൻ്റെ തോടും ഞരമ്പും എളുപ്പം കളയത്തക്ക രീതിയിൽ മുതിൽ കൂടി നന്നായിട്ട് ദശയോടുകൂടി കട്ട് ചെയ്യാം. ഞാൻ ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാ ചെമ്മീൻ്റെയും കൊമ്പുകളും കാലുകളും എല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ തോട് പൊളിക്കാറുള്ളൂ.
ഇനി ഇതിൻ്റെ കൊമ്പ് എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടിലുള്ള അഴുക്ക് കുത്തിക്കളയാം. ഷ്രിമ്പിൻ്റെ സ്റ്റൊമക്കാണ്. ഇത് അഴുക്ക് പോകുന്ന ഞരമ്പുമായിട്ട് കണക്റ്റഡ് ആണ്. ടൂത്ത് പിക്ക് വെച്ചും ഈസി ആയിട്ട് ഇതിൻ്റെ അഴുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോകുമ്പോൾ ഇതൊക്കെ ക്ലീൻ ചെയ്യുമെന്ന് എനിക്ക് തോന്നണില്ല. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ക്ലീനായിട്ട് വേണമെന്നുള്ളവർ മാത്രം ഇങ്ങനെ ക്ലീൻ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ തോട് പൊളിച്ച് കളഞ്ഞ് ഇതിൻ്റെ അഴുക്ക് പോകുന്ന ഞരമ്പ് വലിച്ചു കളയാം. ഇതാണ് ചെമ്മീൻ്റെ മെയിൻ അഴുക്ക്. ഇത് വലിച്ചു കളയുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ചിലർക്ക് ഇതിന് അലർജി ഉണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും വിനാഗിരിയും ചേർത്ത് നന്നായിട്ട് കഴുകിയെടുക്കാം. 2-3 പ്രാവശ്യം കഴുകിയെടുക്കുന്നത് നല്ലതാണ്. ഞാനെപ്പോഴും ഫിഷ് കഴുകുമ്പോൾ വിനാഗിരി ഉപ്പ് ചേർത്ത് ഒരു പ്രാവശ്യം കഴുകാറുണ്ട്. അങ്ങനെ കഴുകി കഴിഞ്ഞാൽ അതിൻ്റെ ഉളുമ്പ് കോണൊക്കെ മാറി നല്ല വൃത്തിയാവും. ഇനി കട്ടായി പോകാത്ത കാലുകളുണ്ടെങ്കിൽ ഇതുപോലെ എടുത്തിട്ട് കൈകൊണ്ട് പറിച്ചു കളഞ്ഞാലും മതി. ഇതിൻ്റെ കാലിൻ്റെ ഭാഗം വേണ്ടാത്തവർക്ക് ഇതുപോലെ വേണമെങ്കിൽ പൊളിച്ചു കളയാം. ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇത് കളയാറില്ല.